റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സിഎംആർ എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ നിർണായക നീക്കവുമായി ഇ ഡി. SFIO കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ട് ഇ ഡി കമ്പനികാര്യ കേസുകൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നു. വീണയും സിഎംആറിലും തമ്മിലുണ്ടാക്കിയ 2016 കരാറിന്റെ വിശദാംശങ്ങൾ അടക്കമാണ് ആവശ്യപ്പെട്ടത്. വീണ ടി അടക്കമുള്ള പ്രതികളെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് നീക്കം. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ എന്താണ് ഇ ഡിയുടെ അടുത്ത നീക്കം? ഈ നിർണായക നീക്കത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? സ്മൃതി, CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് വീണ ടി അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ ഇ ഡി തീരുമാനിച്ചിട്ടുണ്ട്. അവർക്ക് വൈകാതെ തന്നെ സമൻസ് അയക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നീക്കം ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് നേരത്തെ ഇ ഡിക്ക് ലഭിച്ചിരുന്നതാണ്. എന്നാൽ ആ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ച അനുബന്ധ രേഖകൾ ലഭിച്ചിരുന്നില്ല. ഈ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കമ്പനികാര്യ കേസുകൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ ഇ ഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇ ഡി പ്രധാനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് 54 വാല്യങ്ങളായിട്ടുള്ള 134 രേഖകളാണെന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം വീണയും CMRLും തമ്മിലുണ്ടാക്കിയ 2016 കരാറിന്റെ പകർപ്പും ഒപ്പം തന്നെ എക്സാലോജിക്കും CMRLും തമ്മിൽ ഉണ്ടാക്കിയ 2017 കരാറും എക്സാലോജിക്കിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളാണ് ഇ ഡി ആവശ്യപ്പെടുക. അതായത് വീണയുടെ IT റിട്ടേണിന്റെ വിശദാംശങ്ങൾ അടക്കമാണ് ഇ ഡി തേടുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത് കോടതി പരിഗണിച്ചുകൊണ്ട് ഈ അപേക്ഷന്മേൽ ഈ രേഖകൾ വിട്ടു നൽകുകയാണെന്നുണ്ടെങ്കിൽ അത് ഇ ഡിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ രേഖകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലിലേക്കായിരിക്കും വരും ദിവസങ്ങളിൽ ഇ ഡി കടക്കുക. ശരി, സിഎംആർ എക്സാലോജിക് ഇടപാടിൽ ഇ ഡി അടുത്ത നിർണായകമായ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. 134 രേഖകളാണ് ഇപ്പോൾ വീണ ടിയോട് ആവശ്യപ്പെടുന്നത്.